അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. الخطبة تقوم مقام الركعتين من الفرض. أيها الصائمون الكرام، لقد أنعم الله عز وجل علينا بإدراك شهر رمضان. പുണ്യങ്ങളുടെ പൂക്കാലമായ സയ്യിദ് ശുഹൂർ, വിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ പവിത്രമാക്കപ്പെട്ട ദിവസങ്ങളിലാണ് ഞാനും നിങ്ങളും നിലകൊള്ളുന്നത്. ഇന്ന് പരിശുദ്ധ റമദാനിലെ ആദ്യ വെള്ളിയാഴ്ച മാദിൻ ഗ്രാൻഡ് മസ്ജിദിലെ ജുമാ നിസ്കാരത്തിനും ഖുതുബ പ്രാർത്ഥന, ജുമയ്ക്ക് ശേഷമുള്ള പ്രഭാഷണത്തിനും നേതൃത്വം നൽകിയത് ഭിന്നശേഷിക്കാരായ പണ്ഡിതരായിരുന്നു. മാദിൻ അക്കാദമി വിദ്യാർത്ഥികളായ ഹാഫിൽ ഷബീർ അലി അദനി, ഹാഫിൽ ഉമ്മറുൽ അക്സം, ഹാഫിൽ സിനാൻ പിരുവള്ളൂർ എന്നിവരാണ് ജുമാ നിസ്കാരത്തിനും ഖുതുബ പ്രാർത്ഥനാ പ്രഭാഷണത്തിനും നേതൃത്വം നൽകിയത്. ഭിന്നശേഷിക്കാരെ ചേർത്തുപിടിക്കലിൻ്റെ ഭാഗമായി റമദാനിലെ എല്ലാ ആദ്യ വെള്ളിയാഴ്ചകളിലും ഇത് പതിവുള്ളതാണ്. സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഇത്തരത്തിലുള്ള ആളുകൾക്ക് മാജിദ് നൽകുന്ന ഈ ഒരു പ്രചോദനം വളരെയധികം ഞങ്ങളെപ്പോലുള്ള ആളുകൾക്കൊക്കെ പ്രോത്സാഹനമാണ്. ഈ ഒരു പ്രഭാഷണം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ മനസ്സിന് നിറയെ സന്തോഷമാണ്. വർഷങ്ങളായിട്ടിപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പരിശുദ്ധമായ ജുമാക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ ഒരു അവസരം മാത്രമല്ല, ബഹുമാനപ്പെട്ട വലിയ ഉസ്താദ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനൊരു സ്ഥാപനം, ഏബിൾ വേൾഡ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനൊരു സ്ഥാപനം രൂപീകരിച്ചിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഞങ്ങളൊരവസ്ഥ എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ ഈ ഒരു നിലയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഉസ്താദിൻ്റെ ആ ഒരു പ്രയത്നവും കാര്യങ്ങളൊക്കെ അതിൻ്റെയൊക്കെ ഒരു ഫലമായിട്ടാണ് ഞങ്ങൾ ജുമാക്ക് നേതൃത്വം കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചതൊക്കെ. അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരുപാട് സന്തോഷം. തങ്ങൾ ഉസ്താദ് എന്ന് പ്രഖ്യാപിക്കേണ്ടായി കണ്ണ് കാണാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ളൊരു ഇൻക്ലൂസീവ് ആയിട്ടുള്ളൊരു ഹിഫ്ള് ഖുർആൻ ക്യാമ്പസ്, അതിനെ പറ്റിയിട്ട് എന്താ? അതായത് ഈ ഒരു ഫീൽഡിൽ കാഴ്ചയില്ലാത്തവർക്ക് ഹിഫ്ളിൽ താല്പര്യമുള്ള ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അപ്പം അവരെ മാത്രം എന്താ പറയുക, ഒരു കുടക്കീയിൽ കൊണ്ടുവന്നിട്ട് അവർക്ക് ഹിഫ്ള് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അതുപോലെ ബ്രെയിൽ ലിപിയിൽ അവരെ ഓതാൻ പര്യാപ്തമാക്കുക, അവരെ എന്താ പറയുക ഖുർആനുമായി ബന്ധപ്പെട്ട മേഖലകളിലേക്ക് അവരെ കൂടുതലായിട്ട് ആകർഷിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് നമ്മൾ ഈ ഒരു സ്ഥാപനം കൊണ്ട് കാണുന്നത്. അൽഹംദുലില്ലാഹ്, വളരെ സന്തോഷം. ബഹുമാനപ്പെട്ട ബദർ ഉസ്താദ് തങ്ങൾ ഉസ്താദ് അവറുകൾ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഇങ്ങനെ ഒരു അവസരം തരുന്നതിൽ തന്നെ അതിയായ സന്തോഷമാണ്. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഏബിൾ വേൾഡ് പോലെയുള്ള സ്ഥാപനങ്ങൾ തുടങ്ങിയില്ലായിരുന്നുവെങ്കിൽ നമ്മളെപ്പോലുള്ള ആളുകൾ ഏത് രീതിയിലേക്ക് പോകും എന്നുള്ളത് പോലും ഇപ്പോൾ ചിന്തിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. 「 السلام عليكم ورحمة الله وبركاته.